അയ്യപ്പ ദർശനം co-sponsored by വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപ്പുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, ഹരിഹരസുതനേ ശരണമയ്യപ്പ, ധർമ്മശാസ്താവേ ശരണമയ്യപ്പ, ഹരിഹരസുതനാനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. പ്രിയപ്പെട്ടവരെ, പന്തളത്ത് ഇന്ന് ഉത്സവമാണ്. ധനു 28 അല്ലെങ്കിൽ ജനുവരി മാസം 12-ാം തീയതി. അത് ആ ദിവസം പന്തളത്തുകാർക്ക് ഉത്സവാഘോഷം ആണ് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. തിരുവാഭരണം, മണികണ്ഠകുമാരൻ്റെ തിരുവാഭരണം, പന്തളത്തരജൻ മണികണ്ഠകുമാരന് നൽകിയ ആ തിരുവാഭരണം ആഘോഷപൂർവം, ഉത്സാഹപൂർവം, ഇത്രയുമെല്ലാം യാത്രാ സൗകര്യങ്ങൾ എല്ലാം ഉണ്ടായിട്ട് ശബരിമല ക്ഷേത്രത്തിലേക്ക് എന്ന് ആദ്യമായി തിരുവാഭരണം കൊണ്ടുപോയോ ആ വഴിക്കൂടെ മണികണ്ഠകുമാരൻ ഓടിക്കളിച്ച് നടന്ന പന്തളം രാജധാനിയിൽ നിന്ന് പുലിപ്പാൽ ശേഖരിക്കാൻ ഞാൻ പോയി വരാം എന്ന് പറഞ്ഞ് ധൈര്യസമേതം കൊടുങ്കാട്ടിലേക്ക് പുറപ്പെട്ട അതേ മണികണ്ഠൻ യാത്ര ചെയ്ത അതേ വഴിയിലൂടെ ഏകദേശം 80 കിലോമീറ്ററിൽ കൂടുതൽ ദൂരം തലച്ചുമടായി ചുമന്നുകൊണ്ടാണ് തിരുവാഭരണം സന്നിധാനത്തേക്ക് എത്താൻ പോകുന്നത്. അത് തുടങ്ങുന്നത് പന്തളത്ത് നിന്നാണ്. ജനുവരി മാസം 12-ാം തീയതി അഥവാ ധനുമാസം 28-ാം തീയതി കൃത്യം 1 മണിക്ക്, ഉച്ചയ്ക്ക് 1 മണിക്ക് തിരുവാഭരണ പേടക വാഹകർ എല്ലാവരും ഒത്തുചേർന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ശബരിമല സന്നിധാനത്തേക്ക് പുറപ്പെടാൻ അവർ തയ്യാറാവുകയാണ്. അങ്ങനെ തയ്യാറാവുമ്പോൾ വന്യവയോധികനായ ഗംഗാധരൻ പിള്ളച്ചേട്ടൻ്റെ നേതൃത്വത്തിലാണ് അവർ പുറപ്പെടാറുള്ളത്. പക്ഷേ ഈ വർഷം തിരുവാഭരണം ഏറ്റാനുള്ള കെൽപ്പ് 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള അദ്ദേഹത്തിനുണ്ടോ എന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നു. ചിലപ്പോൾ ഒരു ധൈര്യത്തിന് അത് എടുത്തുകൊണ്ട് ഇറങ്ങിക്കളയും. ഇതിനു മുമ്പുണ്ടായിരുന്ന ഗുരുസ്വാമി ഭാസ്കരപിള്ള സ്വാമിയുമായിട്ടും ഈ ഗംഗാധരൻ പിള്ള സ്വാമിയായിട്ടും നല്ല ബന്ധം ഇപ്പോഴും തുടരുന്ന കൂട്ടത്തിലാണ് ഞാൻ എന്നുള്ളതുകൊണ്ട് എനിക്ക് തിരുവാഭരണ പേടക വാഹകരെ ഓരോരുത്തരെയും നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് സാധിക്കും. കൃത്യം 1 മണിക്ക് തിരുവാഭരണമെല്ലാം അടുക്കി 3 പെട്ടികളിലായി വച്ച് രാജപ്രതിനിധിയുടെ അകമ്പടിയോടെ അവർ യാത്ര ആരംഭിക്കണമെങ്കിൽ വന്നെത്തിയിരിക്കുന്ന ഭക്തർ മുഴുവനും നോക്കുന്നത് ആകാശത്തേക്കാണ്. എവിടെ പരുന്ത്? അതാണ് എല്ലാവർക്കും അറിയേണ്ടത്. നമുക്ക് ഇവർ തിരുവാഭരണവുമായി പോകുന്ന ആ കൂട്ടത്തിൽ നമുക്കും ഒരു യാത്ര പോകാം. അതിൻ്റെ നേർ ദൃക്സാക്ഷി വിവരണം പോലെ നമുക്കിത് അനുഭവപ്പെടും. എല്ലാവരുടെയും മുമ്പിൽ ഈ വർഷത്തെ തിരുവാഭരണ യാത്ര വ്യക്തമാക്കുകയാണ്. തിരുവാഭരണ ഘോഷയാത്ര മണികണ്ഠനായിരുന്ന അയ്യപ്പന് കുട്ടിക്കാലം ചിലവഴിച്ച കൊട്ടാരങ്ങളും വളർത്തച്ഛനായ പന്തളം രാജാവ് അയ്യപ്പന് പണിയിച്ചു നൽകിയ തിരുവാഭരണങ്ങളുമാണ് പന്തളത്തിൻ്റെ പുണ്യം. ശബരിമല അയ്യപ്പന് സംക്രമസന്ധ്യയിൽ ചാർത്തുന്ന ആഭരണങ്ങളാണ് തിരുവാഭരണം. വളർത്തുപുത്രനുള്ള ആഭരണങ്ങൾ പന്തളം കൊട്ടാരത്തിൽ നിന്ന് പന്തളം രാജാവ് നേരിട്ടണിയിക്കുന്ന ആഭരണങ്ങളായ ശ്രീ അയ്യപ്പൻ്റെ രൂപം ശ്രീകോവിലിനുള്ളിൽ മകരസംക്രമ സന്ധ്യയിൽ വിളങ്ങുക. മകരവിളക്കിന് 3 ദിവസം മുമ്പ് ധനു 28-നാണ്
പന്തളം കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണങ്ങൾ ഘോഷയാത്രയായി ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നത്. തങ്കത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന തിരുവാഭരണങ്ങൾ ചന്ദനത്തടി കൊണ്ട് നിർമ്മിച്ച 3 പേടകങ്ങളിലായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്ന് കാൽനടയായിട്ടാണ് ശബരിമലയിലേക്ക് ഇത് കൊണ്ടുപോകുന്നത്. യോദ്ധാവായി കാണാം എന്ന് പറഞ്ഞതിന് ശേഷം പന്തളത്ത് നിന്നും പുറപ്പെട്ട അയ്യപ്പനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് തിരുവാഭരണങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ടാവാം കൊമ്പൻ മീശയുള്ള പടയാളിയുടെ ഭാവമാണ് തിരുമുഖത്തിന്. രാജാവിൻ്റെ വേഷങ്ങൾ അണിഞ്ഞ് പന്തളത്ത് വച്ച് മകനെ കാണാൻ കഴിയാത്തതിൽ ദുഃഖിതനായ രാജാവ് കാട്ടിൽ കഴിയുന്ന മകനു വേണ്ടി രാജചിഹ്നങ്ങൾ കൊണ്ടുപോകുന്നു എന്നതാണ് തിരുവാഭരണ ഘോഷയാത്രയുടെ ഐതിഹ്യം. നെട്ടൂർ പേടകം മാതൃകയിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന പ്രധാന പേടകത്തിൽ കിരീടത്തോടു കൂടിയ തിരുമുഖം, വാൾ, ചുരിക, അരപ്പട്ട, ശരപ്പൊളിമാല, എരിക്കിൻ പൂമാല, നവരത്നമോതിരം, പൂർണാപുഷ്കല, ആന, കുതിര, വെള്ളികെട്ടിയ വലമ്പിരി ശംഖ്, ലക്ഷ്മി രൂപം, പൂത്തട്ടം എന്നിവയാണ് ഉള്ളത്. രണ്ടാമത്തെ പേടകത്തിൽ തങ്കത്തിൽ നിർമ്മിച്ച കലശക്കുടവും പൂജാപാത്രങ്ങളുമാണ് ഉള്ളത്. ദീർഘചതുരാകൃതിയിലുള്ള മൂന്നാമത്തെ പേടകത്തിൽ സ്വർണ്ണ കുമിളയുള്ള ചുവപ്പ്, കറുപ്പ് നിറമുള്ള കൊടികൾ, നെറ്റിപ്പട്ടം, ജീവത, തിടമ്പിൻ്റെ ഉറ എന്നിവയാണ്. ഇതിൽ പ്രധാന പേടകം മാത്രമേ 18ാം പടി കയറി സോപാനത്ത് എത്തുകയുള്ളൂ. മറ്റ് 2 പേടകങ്ങളും മാളികപ്പുറത്തേക്കാണ് കൊണ്ടുപോകുന്നത്. എല്ലാ വർഷവും ധനു 28-ന് ആരംഭിക്കുന്ന തിരുവാഭരണ ഘോഷയാത്ര 8ാം നാളിലാണ് പന്തളത്ത് തിരിച്ചെത്തുക. ഐതിഹ്യങ്ങളുടെ അതിരുകൾ വിട്ട് ചരിത്രപുരുഷൻ്റെ പരിവേഷം പകരുന്ന പ്രതിഭാസമാണ് തിരുവാഭരണം. ആഭരണങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്ന തങ്കത്തിൻ്റെ തൂക്കം ഇനിയും നിർണയിച്ചിട്ടില്ല. ധനു 28-ന് തിരിക്കുന്ന തിരുവാഭരണ ഘോഷയാത്ര 3-ാം ദിവസം വൈകുന്നേരം സന്നിധാനത്തിൽ എത്തിച്ചേരുന്നു. നൂറ്റാണ്ടുകളായി പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും ബാക്കി പത്രമാണ് മുടങ്ങാതെയുള്ള ഈ യാത്ര. പന്തളത്ത് നിന്നുള്ള ഈ ഘോഷയാത്ര കടന്നു പോകുന്നത് ഒരു പ്രത്യേക പാതയിലൂടെയാണ്. അയ്യപ്പൻ പന്തളം കൊട്ടാരം വിട്ടിറങ്ങി ശബരിമലയിലേക്ക് പോയി എന്ന് കരുതപ്പെടുന്ന കാനനപ്പാത വഴിയാണ് തിരുവാഭരണ ഘോഷയാത്ര കടന്നു പോകുന്നത്. ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന രാജപ്രതിനിധി അടക്കമുള്ള സംഘം, അകമ്പടി സേവിക്കുന്ന ദേവസ്വം ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഭക്തജനങ്ങൾ തുടങ്ങി ആയിരക്കണക്കിന് ആളുകൾ തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കാറുണ്ട്. കാലമേറെ കഴിഞ്ഞിട്ടും ആധുനിക യാത്രാ സൗകര്യങ്ങൾ ഏറെ വർദ്ധിച്ചിട്ടും ഈ പാതയിൽ നിന്നും അണുവിട വ്യതിചലിച്ചിട്ടില്ല എന്നുള്ളതും തിരുവാഭരണ പാതയുടെ പ്രാധാന്യവും പവിത്രതയും വ്യക്തമാക്കുന്നു. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും കൈപ്പുഴ ക്ഷേത്രം ചുറ്റി കുളനടയിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര നീങ്ങുമ്പോൾ രാജപ്രതിനിധി കൈപ്പുഴ വടക്കേമുറി കൊട്ടാരത്തിലെത്തി വലിയ തമ്പുരാട്ടിയെ വണങ്ങി അനുഗ്രഹം വാങ്ങും. കൊട്ടാരം ഭരദേവതയായ മണ്ണടി ഭഗവതിയെ വണങ്ങി പടിപ്പുര മാളികയുടെ 18 പടികൾ ഇറങ്ങി ഘോഷയാത്രയെ പല്ലക്കിൽ അനുഗമിക്കും രാജപ്രതിനിധി. ആദ്യ ദിവസം ഐരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിലാണ് വിശ്രമം. 2ാം ദിവസം പുതിയകാവ് ക്ഷേത്രത്തിൽ നിന്ന് തുടക്കം. മൂക്കന്നൂരിലും എടപ്പാവൂരിലും പേരിഞ്ചാലിലും സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ആയിക്കല്ലിലേക്ക് എത്തുന്നത്. തുടർന്ന് കുത്തുകൽപ്പിടിയിലേക്ക് മന്ദിരം, പിന്നീട് ഇടക്കുളം അയ്യപ്പക്ഷേത്രത്തിലും പിന്നീട് പള്ളിമുക്കവും പേങ്ങാട്ടുകടവും കടന്ന് വടശ്ശേരിക്കര ചെറുകാവ് ക്ഷേത്രത്തിലും പിന്നീട് പ്രയാർ മഹാവിഷ്ണു ക്ഷേത്രത്തിലും ഭക്തർക്ക് ദർശനം നൽകും. ചമ്പോന്നും മാടമണ്ണും പിന്നിട്ട് പൂവത്തുമൂട്ട് പാലത്തിലൂടെ
കക്കട്ടാർ കടന്ന് പെരുന്നാട്, കക്കാട്, കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തും. ഉച്ചയൂണും വിശ്രമത്തിനും ശേഷം തുടരുന്ന യാത്രയിൽ പെരുന്നാട് മടത്തുമൂഴി ശ്രീ രാജരാജേശ്വരി മണ്ഡപത്തിൽ ഇറക്കി മലപൂജ നടത്തും. പേടകം ശിരസിലേറ്റി വരുന്നവർക്കും അനുഗമിക്കുന്ന ഭക്തർക്കും അറയ്ക്കൽ കുടുംബത്തിൻ്റെ വകയായി നെല്ലിക്കാമൂരും വെള്ളവും നൽകും. കാനനയാത്രയ്ക്ക് ശക്തി പകരുന്നതിനായിട്ടാണ് ഔഷധ ഗുണമുള്ള പാനീയം നൽകുന്നത്. വയറൻമരുതി, കൂനങ്കര, തേവരവേലിൽ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം പുതുക്കടയിലെ ഇളയ തമ്പുരാട്ടിക്കാവിലെ സമീപത്തോടുകൂടി പരമ്പരാഗത പാതയിലൂടെ ലാഹ വനം വകുപ്പ് സത്രത്തിലാണ് അന്നത്തെ വിശ്രമം. 3-ാം ദിവസം പുലർച്ചെ ലാഹ സത്രത്തിൽ നിന്ന് തിരിക്കുന്ന തിരുവാഭരണ ഘോഷയാത്ര പ്ലാപ്പള്ളി വനത്തിലെ തലപ്പാറമല കോയിക്കലെത്തി പേടകം ഇറക്കി വച്ച് പൂജിക്കും. ഓമനക്കുട്ടൻ കൊച്ചുവേലൻ ആചാരപ്രകാരം പേടകങ്ങളെ സ്വീകരിക്കും. രാജമുദ്രയുടെ അരമണി, ശംഖ്, വാൾ, വടി, തലപ്പാവ് എന്നിവ അണിഞ്ഞ് കൊച്ചുവേലൻ പൂജകൾ നടത്തും. നിലയ്ക്കൽ വഴി അട്ടത്തോട് വരെ റോഡിലൂടെയാണ് ഘോഷയാത്ര കടന്നു പോകുന്നത്. അട്ടത്തോട് കോളനിയിലെ അട്ടത്തോട് തറയിൽ ഇറക്കി വെച്ച് ദർശനം നൽകും. തുടർന്ന് ഉൾവനത്തിലൂടെയാണ് യാത്ര. കൊല്ലം മൂഴിയിലെത്തി പമ്പാനദി കടന്ന് എടപ്പാടി, ഒളിയമ്പും വഴി ഉച്ചയോടെ വലിയാനവട്ടത്ത് എത്തും. മണ്ഡപത്തിൽ പേടകങ്ങൾ ഇറക്കി പൂജിക്കും. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ ഉണ്ട്. അത് വിശദീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. വലിയാനവട്ടത്ത് ഈ തിരുവാഭരണ പേടകങ്ങൾ ഇറക്കി വയ്ക്കുന്നതിന് ഒരു പീഠമുണ്ട്. തിരുവാഭരണ പേടകം വരുന്ന ദിവസം തമിഴ്നാട്ടിലുള്ള സ്വാമി ഭക്തരാണ് അതിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നത്. അവരെ ആരും ഏൽപ്പിച്ചിട്ടല്ല, അവർ സ്വയമേവ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. പച്ച ധോത്തി ധരിച്ച്, പച്ച ഉത്തരീയമിട്ട്, പച്ച തുണ്ടുകൊണ്ടുള്ള തലയെക്കെട്ടുമായിട്ട്, വാളും പരിചയവുമായിട്ട് തിരുവാഭരണത്തിന് കാവൽ നിൽക്കുന്ന അവർ സ്വയം അറിയപ്പെടുന്നത് തിരുവാഭരണത്തിൻ്റെ കാവൽക്കാർ എന്ന നിലയിലും മധുര രാജ്യത്തിൻ്റെ പ്രതിനിധികൾ എന്ന നിലയിലുമാണ്. തിരുവാഭരണത്തിന് കാരണഭൂതരായ പന്തളത്ത് രാജാക്കന്മാർ മധുര രാജാക്കന്മാരുടെ ഒരു തലമുറയിൽപ്പെട്ടവരാണ് എന്നുള്ള വിശ്വാസം ഇവിടെ അരക്കിട്ടുറപ്പിക്കുകയാണ്. മാത്രമല്ല, ഈ കാവൽ നിൽക്കുന്ന ഈ പച്ച വേഷധാരികൾ തിരുവാഭരണത്തോടൊപ്പം അവർ അകമ്പടി സേവിച്ച് ഏകദേശം ശബരിപീഠത്തിൽ വരെ വരികയും ശബരിപീഠത്തിൽ നിന്ന് അവർ തിരിച്ച് വലിയാനത്താവളത്തിലേക്ക് പോവുകയും ചെയ്യും. ഓരോ പ്രാവശ്യവും ഓരോ വർഷവും ഇത് അവരുടെ ചുമതലയിലാണ് അവിടം വരെ കൊണ്ടുവരുന്നത്. എന്തിനു വേണ്ടി പറയുന്നു എന്ന് ചോദിച്ചാൽ, പ്രത്യേക വേഷവിധാനത്തോടുകൂടി വരുന്ന ഇവർ അവിടെ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. അപ്പോൾ അതാരാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ മധുരാബന്ധം വ്യക്തമാക്കിയത്. വിശ്രമത്തിന് ശേഷം, അതായത് അവിടെ നിന്നാണ് ഈ പേടകം ചുമക്കുന്നവർ മാത്രമല്ല, തിരുവാഭരണത്തോടൊപ്പം വരുന്ന ഏകദേശം 1000-ഓളം വരുന്ന ആളുകൾക്ക് മുഴുവനും ഈ വലിയാനത്താവളത്തിൽ വെച്ചാണ് അന്നത്തെ ദിവസത്തെ ഉച്ചഭക്ഷണം നൽകുന്നത് എന്നുകൂടി പ്രത്യേകം പറയാനിരിക്കുന്നു. വിശ്രമത്തിന് ശേഷം 2 മണിക്ക് സന്നിധാനത്തേക്ക് തിരിക്കും. തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിച്ചെത്തുന്ന രാജപ്രതിനിധി ആ ദിവസം സന്നിധാനത്തേക്ക് എത്തിയില്ല. അദ്ദേഹം പമ്പയിലെ രാജമണ്ഡപത്തിലേക്ക് പോകും. ചെറിയാനവട്ടത്തിൽ നിന്ന് പരമ്പരാഗത പാതയിലൂടെ തിരുവാഭരണ ഘോഷയാത്ര നേരെ നീലിമലയിലേക്ക് പ്രവേശിക്കും. അവിടെ നിന്നും അപ്പാച്ചിമേടും ശബരിപീഠവും താണ്ടി 5 മണിയോടെ ശരംകുത്തിയിലെത്തും. മകരവിളക്ക് ദിവസം വൈകിട്ട് 5 മണിയോടെ നട തുറന്ന ശേഷം തന്ത്രിയുടെ അനുജ്ഞ വാങ്ങി തിരുവാഭരണം സ്വീകരിക്കുവാനുള്ള സംഘം ശരംകുത്തിയിലെത്തും. തീവെട്ടി, വാദ്യമേളങ്ങൾ, വെളിച്ചപ്പാട് എന്നിവരുടെ അകമ്പടിയോടെ സ്വീകരിച്ച് ആനയിക്കും. 18-ാം പടി കയറിയെത്തുന്ന തിരുവാഭരണ പേടകം സോപാനത്തിലെത്തുമ്പോൾ പ്രധാന പേടകം തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങും.
മറ്റ് 2 പേടകങ്ങൾ മാളികപ്പുറം നടയിലേക്കാണ് കൊണ്ടുപോകുന്നത്. തുടർന്ന് തിരുവാഭരണങ്ങൾ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന, അത് കഴിഞ്ഞാൽ മകരജ്യോതിയും തെളിയും. പന്തളം മുതൽ 13 വില്ലേജുകളിലായി ഏകദേശം 83 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് തിരുവാഭരണ പാത. പന്തളത്ത് നിന്ന് എല്ലാ വർഷവും ധനു 28-ന് തിരിക്കുന്ന തിരുവാഭരണ ഘോഷയാത്ര 8-ാം നാളിലാണ് തിരിച്ച് പന്തളത്തെത്തുക. തിരുവാഭരണങ്ങൾ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് നീങ്ങുമ്പോൾ തമ്പുരാൻ പമ്പയിൽ തന്നെ തങ്ങും. മകരസംക്രമ ദിനത്തിൽ തമ്പുരാൻ മല ചവിട്ടാൻ പാടില്ല എന്നാണ് കീഴ്വഴക്കം. 5 ദിവസമാണ് തിരുവാഭരണങ്ങൾ ചാർത്തുക. മകരം 3-ന് പന്തളം രാജപ്രതിനിധി സന്നിധാനത്തിൽ എത്തും. 5 ദിവസം തിരുവാഭരണങ്ങൾ ശ്രീ അയ്യപ്പ വിഗ്രഹത്തിൽ അണിയിച്ച ശേഷം ആഭരണങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് എത്തിയ സംഘത്തെ തന്നെ തിരികെ ഏൽപ്പിക്കും. പന്തളത്ത് നിന്നും ശബരിമലയിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്രയ്ക്കിടെ 15 സ്ഥലങ്ങളിൽ പേടകങ്ങൾ തുറന്ന് ഭക്തർക്ക് ദർശനം നൽകും. ഇതുകൂടാതെ 31 സ്ഥലങ്ങളിൽ പേടകങ്ങൾ ഇറക്കി വെച്ച് ഭക്തർക്ക് കാണിക്ക അർപ്പിക്കാനും സൗകര്യമുണ്ട്. ആദ്യ ദിവസം കുളനട, കൈപ്പുഴ കൊട്ടാരം, ഉള്ളന്നൂർ, കുറിയാനിപ്പള്ളി, കിടങ്ങന്നൂർ ജംഗ്ഷൻ, പാമ്പാടിമൺ ക്ഷേത്രം, ചെറുകോൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, ഐരൂർ പുതിയകാവ് ക്ഷേത്രം എന്നീ 8 സ്ഥലങ്ങളിലും, 2-ാം ദിവസത്തിൽ ആയിക്കൽ, ഇടകുളം അയ്യപ്പക്ഷേത്രം, വടശ്ശേരിക്കര ചെറുകാവ് ദേവീക്ഷേത്രം, പ്രയാർ മഹാവിഷ്ണു ക്ഷേത്രം, പെരുന്നാട് കക്കാട്ടുകോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം, മടത്തുമൂഴി രാജരാജേശ്വരി മണ്ഡപം, ലാഹ സത്രം എന്നിവിടങ്ങളിൽ പേടകങ്ങൾ തുറന്ന് ദർശനം ലഭിക്കും. 3-ാം ദിവസം യാത്രയിൽ ശബരിമല ശ്രീകോവിലിൽ മാത്രമേ പേടകങ്ങൾ തുറക്കൂ. മടക്കയാത്രയിൽ മകരം 8-ന് പെരുന്നാട് കക്കാട്ടുകോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തിരുവാഭരണം ചാർത്തും. ശബരിമല കഴിഞ്ഞാൽ തിരുവാഭരണം ചാർത്തുന്ന ഏക ക്ഷേത്രം ഇവിടെയാണ്. ഇവിടെ നമ്മൾ തുടക്കത്തിൽ കണ്ട അതിശയകരമായ ഒരു കാര്യം ഈ സമയത്ത് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. തിരുവാഭരണം എടുത്തുകൊണ്ടുള്ള യാത്ര പുറപ്പെടുന്നതിന് വേണ്ടി അല്പസമയം അവിടെ 1 മണിയാകാൻ കാത്തുനിന്നതാണെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതല്ല ശരി. അവിടെ പരുന്തു വന്ന് തിരുവാഭരണ പേടകവാഹകരുടെ തലയിലിരിക്കുന്ന തിരുവാഭരണത്തിൻ്റെ മുകളിൽ കൂടി കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ ഏറെ ബുദ്ധിമുട്ട് തോന്നത്തക്ക നിലയിലുള്ള അത്രയും ഉയരത്തിൽ വട്ടമിട്ട് പറക്കുമ്പോൾ ആ പറക്കുന്ന പരുന്തിനെ ദർശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ താമസം ഉണ്ടായത്. എല്ലാവരും പരുന്തിനെ ദർശിക്കുന്നു. അവിടെ നിന്നും യാത്ര ആരംഭിക്കുന്നു. ആ പരുന്ത് എവിടെയെല്ലാം തിരുവാഭരണം ഇറക്കിയോ, എവിടെയെല്ലാം വിശ്രമിച്ചോ, ആ വിശ്രമിച്ചപ്പോഴും തിരിച്ച് അത് ശിരസിലേറ്റുമ്പോഴും പൂർണ്ണമായിട്ടും ആ പരുന്തുകൾ ഈ തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കുന്നു. തീർന്നില്ല. ശരംകുത്തിയിൽ വെച്ച് ദേവസ്വം ബോർഡിൻ്റെ അധികാരികളും പോലീസ് അധികാരികളും ചേർന്ന് ഇത് സ്വീകരിച്ചുകൊണ്ട് സന്നിധാനത്തേക്ക് പോകുന്നു. സന്നിധാനത്ത് എത്തി എന്ന് ബോധ്യപ്പെടുന്നിടം വരത്തേക്കും ഈ തിരുവാഭരണ പേടകവാഹകരുടെ ശിരസിന് മുകളിൽ ഈ പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തിരിച്ചു പോകുമ്പോഴെന്നാൽ ഇത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തിരിച്ചു പോകുമ്പോൾ ഈ പരുന്തിനെ ഇതുവരെ കാണാനും സാധിച്ചിട്ടില്ല. എന്തായാലും തിരുവാഭരണം സന്നിധാനത്തെത്തി ഭഗവാന് ചാർത്തി. ആ ചാർത്തിന് കഴിഞ്ഞ് നടക്കുന്ന ദീപാരാധനയോടുകൂടിയാണ് മകരവിളക്കുത്സവത്തിന് തുടക്കം കുറിക്കുന്നതും മകരജ്യോതി ഓരോ ഭക്തൻ്റെയും ഹരമായി മാറുന്നതും ഭക്ത്യാദരപൂർവം ശരണം വിളിയും അവിടെ നിന്ന് ഉയരാൻ കാരണഭൂതമാവുന്നത്. എന്തായാലും അത്ഭുതകരമായ അവിശ്വസനീയമായ ഒരു സങ്കേതമായി ശബരിമല സന്നിധാനം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും ഓർമ്മയിലേക്ക് വരട്ടെ. ഓരോ പ്രാവശ്യവും വരുന്ന സ്വാമിമാർ അസൗകര്യങ്ങളെ ഓർത്ത്, തിരക്കിനെ ഓർത്ത്
ഇനി അടുത്ത തവണ ഇല്ല എന്ന് പറയുന്നയാൾ കൃത്യമായിട്ടും വൃശ്ചികമാസം 1-ാം തീയതി മാലയിട്ട് അടുത്ത മകരവിളക്കിനും വരുന്നു എന്നുള്ളതാണ് ശബരിമലയുടെ ഏറ്റവും വലിയ പ്രസക്തി എന്ന വസ്തുത കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വർഷത്തെ തിരുവാഭരണ ഘോഷയാത്രയുടെ ഒരു നേർചിത്രം നിങ്ങളുടെ ഓരോരുത്തരുടെയും മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ ദർശനം co-sponsored by വുഡ്ലാൻഡ് പ്യുർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി.